ഹായ്, അസ്സലാമലൈക്കും. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. കുറേ ദിവസമായി അമ്മ വീഡിയോയിൽ വരാത്തത്. വീഡിയോ എടുക്കാൻ ഒന്നാമത്തെ ടൈമില്ല എനിക്ക്. അങ്ങനെ ഓർഡർ കാര്യങ്ങളെല്ലാം ഇരിക്കുമ്പോൾ ടൈമില്ല. ഓർഡർ അങ്ങനെ ഉണ്ട്, ടൈമേ ഇല്ല. ഇതെല്ലാം ഓർഡറിൻ്റെ പുട്ടും ബയക്കല്ല. പിന്നെ കുറേ ആൾ ചോദിച്ച് യൂട്യൂബ് ഇപ്പോൾ നിർത്തിയ, യൂട്യൂബ് കാണുന്നില്ലല്ലോ, അപ്പോൾ എന്നെ തിരക്കുന്നുണ്ടോ? എനിക്ക് മനസ്സിലായി, എന്നെ തിരക്കുന്നുണ്ട്, എന്നോട് സ്നേഹം ഉണ്ടല്ലോ അങ്ങനെയല്ല ചോദിക്കുന്നു. ഇപ്പം ഒന്നും ഇല്ലല്ലോ, കാണുന്നില്ലല്ലോ, വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, അങ്ങനെയെല്ലാം പറയുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷമാകുന്നുണ്ട്. വീഡിയോ ഇടാൻ ടൈമില്ല, അതിനോണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഇത് ബീഫ് കറിയും പിന്നെ നെയ്ച്ചോറും പിന്നെ ഒരിക്കൽ ബീഫ് കറി കുറേ ദിവസമെല്ലാം ഉണ്ട്. ഇല്ലേ ഏനും ഉണ്ട്, എത്രയും ഉണ്ട്, ഫോണിൽ കിടക്കുന്നുണ്ട്, എത്ര ഓർഡറുണ്ട് അത്രയും ഉണ്ട്. പിന്നെ ഒരു ബിരിയാണി, പിന്നെ നെയ്ച്ചോറ്, അതെല്ലാം ഉണ്ടായി, കുറേ ഓർഡറുണ്ട്. ഇത് മലായി ചിക്കൻ, ഇതും ഓർഡർ ഉണ്ടായി. അങ്ങനെ 4-5 ബോക്സ് ഇങ്ങനത്തെ ആക്കിയിട്ട് കൊടുത്ത്. മാഷാ അല്ലാ, ഇപ്പോൾ ഓർഡർ കുറേ വരുന്നുണ്ട്. അതിന് നമുക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടുന്നില്ല, വീഡിയോ എടുക്കാനുള്ള ടൈമില്ല. അപ്പോൾ നമ്മൾ ബിസിയിൽ പണിയെടുക്കും, അമ്പരപ്പെട്ടിട്ട് പണിയെടുക്കും. അപ്പോൾ അവർക്ക് നമുക്ക് ഈ വീഡിയോ എടുക്കുന്നത്, ആ പണിയെടുക്കുന്ന ടൈമിൽ ഇപ്പോൾ ഓരോ നാൾ 12 മണിക്ക് എത്തിക്കാൻ പറയും, ഓരോ നാൾ 11 മണിക്ക് എത്തിക്കാൻ പറയും, ഓരോ നാൾ 1 മണിക്ക് എത്തിക്കാൻ പറയും. മോന്തിക്കെത്തായെങ്കിൽ അതും അങ്ങനെ 6 മണിക്ക് എത്തിക്കാൻ പറയും, ഓരോ നാൾ 5 മണിക്ക് എത്തിക്കാൻ പറയും. ഇത് മന്തിൻ്റെത്, ബിരിയാണി, മന്തി, പിന്നെ നെയ്ച്ചോറ് എല്ലാം ഉണ്ട്. മിക്സ് ബീഫ് കറിയും, ഇത് കടലക്കറിയും പുട്ടിൻ്റെതും. ഇത് ഒരാൾ പറഞ്ഞ കേക്ക് വേണം, അങ്ങനെ 2 പീസ് കേക്ക് വേണം, പീസ് ആക്കിയിട്ടും ഞാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ ബർഗറിൻ്റെ ഓർഡർ ഉണ്ടായി. ഞാനെല്ലാം തിരക്ക്. അങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് ടൈമേ ഇല്ല. ഇതിങ്ങനെ കുറച്ച് എടുത്തിട്ട് വെച്ച ഫുള്ളായിട്ടില്ലൊന്നുമില്ല, കുറച്ച് എടുത്തത്. പിന്നെ ഇത് ഒരാൾ ഉപ്പിലിട്ട പൈനാപ്പിൾ വേണം പറഞ്ഞ് അങ്ങനെ അത് ഇട്ടിട്ട് കൊടുത്തത് അവർക്ക്. കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് ഉപ്പിലിട്ടത് എത്ര ഒരു ഏൽക്കെന്ന്. അത് ഓരോരോ ആൾക്കാർ പറയും, ഓരോന്ന് കുറേ വേണ്ടി വരുന്നത്. 2-3 പൈനാപ്പിൾ ഉപ്പിലിട്ടത്, ഗാന്ധാരിയെല്ലാം ഇട്ടിട്ട്. ഗാന്ധാരി നമ്മളെ പുരയിലെ ആയത്, പറമ്പിലെ ആയത്. കുറേ ആൾ 1 ചോദിക്കുന്നുണ്ട്, കുറേ ആൾ 4-5 കഷ്ണം ചോദിക്കുന്നുണ്ട്. അത് എന്ത് പറയാൻ പറ്റുന്നില്ല. പിന്നെ ഇത് അലുവൻ്റെ, ഇത് ഇത് ഗോതമ്പ് അലുവ, ഇത് പൊരിയപ്പത്തിൻ്റെ, എണ്ണക്കടിയും കുറേ ഓർഡർ ഇരിക്കുന്നു. അങ്ങനെ ഒരു ടൈം ഇല്ലാത്തതുകൊണ്ട് ഇടാത്തത് മക്കളെ എന്നോട് മാപ്പാക്കി. പിന്നെന്ത് മക്കളെ, എല്ലാ വിശേഷമല്ല, നിങ്ങളെ വിശേഷമെല്ലാം കമൻറ്റ് എഴുതി പറയണം. ഇത് ഗൾഫിലേക്ക് കൊടുക്കാനുള്ള പൊരിയപ്പം ഓർഡർ ഉണ്ടായി നമുക്ക്. അങ്ങനായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല. ഇത് നല്ലൊരു മിഠായിൻ്റെ റെസിപ്പി. ഇത് റെസിപ്പിയൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കിവിടെ റെസിപ്പി പറയാനിൽ കുറേ ഉണ്ട്, മിക്സ് എന്ത് നടക്കേ മനസ്സിലാകുന്നില്ല. ഇത് അങ്ങനെയാണ് ഞാൻ വരാത്തതിനായിരിക്കാം. അടുത്ത വീഡിയോമായി വരാം. എല്ലാം റെസിപ്പിയെല്ലാം കൊണ്ടുപോയി കുറേ ആൾ റെസിപ്പിയെല്ലാം ചോദിച്ചുകൊണ്ട്, അതെല്ലാം ഞാനൊരിക്കൽ ടൈമുള്ളപ്പോൾ ഓർഡറെല്ലാം ഇല്ലാത്തപ്പോൾ ഞാനൊരിക്കൽ റെസിപ്പിയെല്ലാം നിങ്ങളോട് പറഞ്ഞു തരാം. പിന്നെ മുന്നത്തെ ഷെഡ് നമുക്കുണ്ടായതെല്ലാം പൊളിച്ച് ഇപ്പോൾ മുറ്റത്ത് തന്നെ ഇല്ല, ഇത് സീറ്റിട്ടിട്ടുണ്ട്. അങ്ങനെ അത് അതിൽ തന്നെ ഇപ്പോൾ എന്താക്കുക ഇടയിൽ വെച്ചിട്ട് എല്ലാം ഉണ്ടാക്കുന്നു. പിന്നെ കുറച്ച് പണിയെല്ലാം ഉണ്ട്, അതെല്ലാം കുറച്ച് ദിവസം കൈയിട്ട്. പിന്നെ ഇത് ഇങ്ങനത്തെ ചെറിയ ബോള് പുഡിങ്, ടെൻഡർ കോക്കനട്ട് പുഡിങ്. എനിക്ക് ഒരു ബോക്സിന് ഈ വലുതിന് 100 റുപ്യ, ആ ചെറുതിന് 30 റുപ്യ. അങ്ങനെ അതും കുറേ പോകുന്നുണ്ട്, അങ്ങനെ കുറേ ആൾ ഓർഡർ ആക്കുന്നുണ്ട്. പിന്നെ അടുക്കെല്ലാം ഉള്ളത് ഞാൻ എത്തിക്കുന്നുണ്ട്. പിന്നെ ദൂരായെങ്കിൽ അവർ വന്നിട്ട് കൊണ്ടുവന്നുണ്ട്. പിന്നെ ഞാൻ ഇടുന്ന റിക്ഷയിലിട്ട് കൊടുത്ത ഡെലിവറി ചാർജ് കൊടുത്താൽ മതി.
നമ്മളെല്ലാം ഓർഡർ ആക്കിയതെല്ലാം ഞാൻ റിക്ഷയിലിട്ടിട്ട് തന്നെ ആക്കുന്ന കൂടുതലെല്ലാം കാറുണ്ട്. കാറിൽ മക്കളെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പം നബിൽ പോയതുകൊണ്ട് ബുദ്ധിമുട്ടാകുന്നുണ്ട്. നബിൽ ദുബൈക്ക് അതെന്ത് കാട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് വീഡിയോയിൽ. പിന്നെ നെയ്മ് പണിക്ക് പോകുന്നുണ്ട്. അപ്പം എനിക്ക് ഇപ്പോൾ കൊണ്ടുകൊടുക്കാൻ ആളില്ല. അപ്പം ഞാൻ അതൊക്കെ ഇവിടുന്ന് റിക്ഷയിലിട്ടിട്ട് കൊടുക്കുന്നു. അവർ അവിടുന്ന് റിക്ഷേൻ്റെ ചാർജ് കൊടുക്കുന്നുണ്ട്. ഇത് ബന്ധമരുന്ന് അങ്ങനെ മാഷാ അല്ലാഹ് നല്ല പോലെ പോകുന്നുണ്ട്. ആയിരിക്കാൻ വേണമെങ്കിൽ പറയണം ബന്ധമരുന്ന്. ഇപ്പം ഒന്നുമില്ല, എല്ലാം പോയിട്ടുണ്ട്, കാലിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും ആക്കുന്നില്ല. ഇപ്പോൾ കുറേ ഓർഡറുണ്ട് തന്നെ, ഇങ്ങനെ ദിവസത്തിൽ ഓർഡറുണ്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ബന്ധമരുന്നിന് ഒരിടീ ദിവസം വേണം. കാലത്ത് 7 മണിക്ക് കഴിഞ്ഞാൽ രാത്രിയെല്ലാം ആകുന്നുണ്ട് 8 മണിയെല്ലാം എൻ്റെ പണി തീരുമ്പോഴേക്ക്. അതിനോണ്ട് ഇപ്പോൾ ബന്ധമരുന്ന് ആക്കുന്നില്ല. ആയിരിക്കും വേണമെങ്കിൽ പറഞ്ഞെങ്കിൽ ഉണ്ട്. കുറേ ഓർഡർ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഒക്കത്താക്കി എനിക്കൊരു ലാഭമുണ്ട്. ഇങ്ങനെ കുറച്ചാക്കി പിന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞെങ്കിൽ സ്ഥലമില്ല. ഫ്രിഡ്ജ് 2 ഫ്രിഡ്ജ് ഉണ്ടായി. അതിലൊന്നും ഞാൻ ഇടി മുട്ടിയിട്ട് അത് വെടുക്കായിട്ട് പോയി. പിന്നെ ഒന്നും ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഞങ്ങളിതേ സാധനം വെക്കാനേ എനിക്ക് മതിയാകുന്നില്ല. പിന്നെ അച്ചാറിൻ്റെ തന്നെ കുറേ ആൾക്കാർ അച്ചാർ പറഞ്ഞിട്ടുണ്ട്, ഇടാൻ ടൈമേ ഇല്ല. ഇത് മട്ടൻ ബിരിയാണി. ഇത് ഞാൻ നിങ്ങൾ ഓർഡറുണ്ട് തന്നെ, ഇത് എനിക്ക് ഇട്ട് ഞാൻ കാണിക്കുന്നത്. ഇത് കുറച്ചൊരു 4 ബോക്സ്. ഇപ്പം നമ്മൾ ചട്ടിയിലാക്കിയിട്ട് കൊടുക്കുന്നെങ്കിൽ ദമ്മിട്ടിട്ട് അങ്ങനെ കൊടുക്കും. ബോക്സ് ആക്കിയിട്ട് കൊടുക്കുന്നത് ഞമ്മക്കും അതിൽ തന്നെ നമ്മൾ കഴിക്കും. ഒരു 10 ബോക്സ്, കുറേ ആൾ 4 ബോക്സ്. മുന്നേ 4 ബോക്സ് ആയത്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചത് 4 ബോക്സ് വേണം പറഞ്ഞത്. കുറേ ആൾ 10 ബോക്സ്, 100 ബോക്സ്, 200 ബോക്സ് എല്ലാം പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ 400 ബോക്സ് ഉണ്ടായിരുന്നു. മാഷാ അല്ലാഹ് എല്ലാം പോകുന്നുണ്ട്, തിരക്കടില്ലാത്ത പോകുന്നുണ്ട്. ഇത് നമ്മൾ പുരലത്തെ ഒന്നുമില്ല, എല്ലാം ഓർഡറിൻ്റെ തന്നെ. ഇന്ന് നിങ്ങൾ കാണിച്ചത് അതിന് എത്രയോ ഉണ്ട് വീഡിയോ. കുറച്ച് എടുത്തിട്ട് കുറേ വെച്ചിട്ടുണ്ട്. കുറേ വീഡിയോ പിടിക്കാനും ആളില്ല, എടുത്തിട്ടും ഇല്ല. പിന്നെ ഫാത്തിമ ഹെൽപ്പാക്കുന്നതുകൊണ്ട് എനിക്ക് അറിയുന്നില്ല. കൂടുതൽ ഞാൻ കാറ്ററിങ്ങിൻ്റെ പണി ഞാൻ തന്നെ എടുക്കുന്നത്. ചെറിയ ഹെൽപ്പെല്ലാം കഴിയുന്നതെല്ലാം എടുക്കുന്നുണ്ട്. എൻ്റെ ഒക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ മാത്രം അളവിടാനില്ല. പിന്നെ ഇത് എണ്ണൻ്റെ ഓർഡർ ഉണ്ടായി, തലക്കിടുന്ന എണ്ണൻ്റെ. ഞാൻ എണ്ണ കാച്ചിട്ട് അതും കൊടുത്തു. 2 കുപ്പി എണ്ണൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. തുളസി, കട്ടായ വാഴ, പിന്നെ കട്ടായ ജെല്ലില്ലേ അത്, അരവയ ജെല്ല് അത്, മൈലാഞ്ചി, പിന്നെ ഉലുവ, കറിവേപ്പില അതെല്ലാം ഇട്ടിട്ട് നല്ലൊരു എണ്ണ കാച്ചിട്ട് നല്ല മുടി നല്ല കറുപ്പ് കളറുവാണ്. പിന്നെ നല്ല പെട്ടെന്ന് വളക്കുന്നു മുടി. അതിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അത് മതി. ഓക്കെ, അസ്സലാമു അലൈക്കും.